ഞാനിപ്പോൾ ഉള്ളത് വാഗമൺ പുളിക്കാനത്താണ്. വാഗമണ്ണിലെ തിരക്കിൽ നിന്നെല്ലാം മാറി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് പുളിക്കാനം. വാഗമൺ ടൗണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. തികച്ചും ശാന്തമായ ഒരു പ്രദേശമാണ് കേട്ടോ ഇവിടം. തേയിലത്തോട്ടങ്ങളാണ് ഈ പ്രദേശത്തിന് ഏറെ ഭംഗിയേകുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിലൂടെയുള്ള യാത്രയെ, ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്രകൾ, അതൊക്കെയാണ് നമ്മളെ ഈ പ്രദേശത്തിനോട് കൂടുതൽ അടുപ്പിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ തേയിലത്തോട്ടത്തിന് നടുവിലായിട്ടുള്ള ഈ ഒരു തടാകം. വളരെ ഒരു ഭംഗിയാണ് കേട്ടോ. ഈ തടാകത്തിൻ്റെ തീരത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനെ ചുറ്റും തേയിലക്കാടുകളും മറ്റുമായിട്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് തന്നെ. മൺസൂൺ ടൈമിലാണ് നമ്മുടെ ഈ തേയിലക്കാടുകളിൽ ഇത്രയേറെ പച്ചപ്പും ഹരിതാഭയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എല്ലാം മൺസൂൺ ടൈമിൽ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു ഭയങ്കര ഒരു കാമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്ക് ഒരുപാട് മലയാള സിനിമകളും തെന്നിന്ത്യൻ സിനിമകളും ഒക്കെ ലൊക്കേഷനായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത്. വാഗമണ്ണിന് ഒക്കെ യാത്ര വരുന്നവർ കൂടുതലും അവിടുത്തെ മുട്ടക്കുന്നുകളും പൈൻകാടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടും കൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് വാഗമണ്ണിൻ്റെ അത്രയും തിരക്കില്ല, വേറെ ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയുള്ള യാത്രകൾ, നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും നമുക്ക് കാഴ്ചകൾ കാണാം. നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഒരു നയന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ, അതുപോലെ ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് ഈ പുളിക്കാനം എന്ന് പറയുന്നത്.